CPIM സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. പക്ഷേ വലിയ ആവേശത്തോടു കൂടി കഴിഞ്ഞ കുറേ നാളുകളായി കൊല്ലം വലിയ ഒരുക്കങ്ങളിലാണ് ഈ പാർട്ടി സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി. എന്തൊക്കെയാണ് ഈ സമ്മേളനം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ? കഴിഞ്ഞ 3 വർഷക്കാലം കേരളത്തിൽ നടത്തിയിട്ടുള്ള സംഘടനാപരവും രാഷ്ട്രീയവുമായ എല്ലാ സർവതല സ്പർശിയായ മേഖലകളാകെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചയുടെ ഭാഗമായിട്ട് വരും. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഏക ബദൽ നിലപാടുകൾ മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്. കേന്ദ്ര ഗവൺമെൻറ്റാണെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ്റിനോട് ശത്രുതാപരമായ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തരേണ്ടുന്ന നമുക്ക് അവകാശപ്പെട്ട വിഹിതം കൃത്യമായിട്ട് തരാതിരിക്കുക, ധനകാര്യ കമ്മീഷൻ ഓരോന്നോരോന്ന് കഴിയുമ്പോൾ മുമ്പ് 10ാം ധനകാര്യ കമ്മീഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിച്ചിരുന്ന 3.9 ആയിരുന്നു നമ്മുടെ ശതമാനമായിരുന്നു നമ്മുടെ വിഹിതം. അതിപ്പോൾ 1.9% ചുരുങ്ങി. 2% കൃത്യമായിട്ട് കുറവാണ്. അത് ലക്ഷക്കണക്കിന് കോടി ഉറുപ്പിയാണ് യഥാർത്ഥത്തിൽ അത് വരിക. ആ രീതിയിൽ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നിലപാടിനെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുക എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്നത്. കടം വാങ്ങാനുള്ള നമ്മുടെ ശേഷി അത് കിഫ്ബി ഉൾപ്പെടെ കടപ്പട്ടികയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനം കടം വാങ്ങുന്നതിൽ നിന്ന് നമ്മളെ പരിമിതിപ്പെടുത്തിയിരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും ഒരു ഉപരോധം തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിനെതിരായിട്ട് കേരളീയരോടുള്ള കടുത്ത ശത്രുതാപരമായ സമീപനമാണ് നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം കൈകാര്യം ചെയ്യേണ്ടിയുണ്ട്. ഈ ഒരു പ്രതികൂല സാഹചര്യത്തിലും കേരളത്തെ എങ്ങനെയാണ് ഒരു നവകേരളമാക്കി പരിവർത്തനം ചെയ്യിപ്പിക്കുക എന്നുള്ള പ്രശ്നം കഴിഞ്ഞ സമ്മേളനം ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ സമ്മേളനവും അതിൻ്റെ തുടർച്ചയായിട്ട് ചർച്ച ചെയ്യാൻ പോവുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നവകേരള സൃഷ്ടിക്കായുള്ള കാഴ്ചപ്പാട് അവതരിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ സമ്മേളനത്തിൽ സഖാവ് പിണറായി തന്നെയാണ് അത് അവതരിപ്പിച്ചത്. സമ്മേളനമാകെ ചർച്ച ചെയ്തു. വ്യക്തമായ ധാരണയോടുകൂടി ആ രേഖ അംഗീകരിച്ചു. ആ രേഖ കഴിഞ്ഞ 3 കൊല്ലക്കാലം എത്രത്തോളമാണ് നടപ്പിലാക്കാനായത്? ഗവൺമെൻറ് എത്ര കാര്യങ്ങളാണതിൽ പൂർത്തിയാക്കിയത്? ഇനി എത്ര കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം? ഇപ്പോൾ ഭൂതകാലത്തിൻ്റെയും വർത്തമാനത്തിൻ്റെയും ഭാവിയുടെയും കൃത്യമായൊരു ത്രികാല ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചിത്രം ഈ സമ്മേളനം വീണ്ടും ചർച്ച ചെയ്യാൻ പോവുകയാണ്. നവകേരളത്തിനായുള്ള പുതുവഴികൾ നവകേരളത്തിനായുള്ള പുതുവഴികൾ എന്ന രേഖയാണ് ഇപ്രാവശ്യം ചർച്ച ചെയ്യുന്നത്. ഉന്നം വളരെ വ്യക്തമാണ്. ഇന്ത്യ മുതലാളിത്ത സമൂഹത്തിൻ്റെ ഭാഗമായിട്ടാണ് നിലകൊള്ളുന്നത്. കുത്തക മുതലാളിത്തമാണ് ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇന്ത്യയിൽ വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നം രാജ്യം കൈകാര്യം ചെയ്യുന്നുണ്ട്. അമിതാധികാര വാഴ്ചയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. ഒരു നിയോ ഫാസിസ്റ്റിക്കായ എന്ന് പറഞ്ഞാൽ പുതിയ ഫാസിസ്റ്റ് പ്രവണതയുള്ള ഒരു ഭരണകൂട സംവിധാനമാണ് ഇന്ത്യയെ നയിക്കുന്നത്. അതുതന്നെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. അത് ഹിന്ദുത്വ അജണ്ടയോടുകൂടിയാണ്. ഒപ്പം അമിതാധികാര വാഴ്ചയാണ് അവരുടെ മുഖമുദ്രയായിട്ട് വരുന്നത്. ഇതിനെല്ലാം ചേർത്തുകൊണ്ടാണ് ഞങ്ങൾ നവ ഫാസിസ്റ്റ് പ്രവണത എന്ന് ചൂണ്ടിക്കാണിച്ചത്. അതും വിവാദമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു. കാരണം ഫാസിസ്റ്റ് അല്ല എന്ന രീതിയിൽ പാർട്ടി കണ്ടെത്തിയെന്ന് അല്ല, ഫാസിസത്തിലേക്ക് എത്തി എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഇപ്പോഴും പറഞ്ഞിട്ടില്ല, ഇതേവരെ ഒരു രേഖയിലും പറഞ്ഞിട്ടില്ല. ഫാസിസമാണ് എന്ന് പറയാനും സാധിക്കില്ല. ഫാസിസത്തിലേക്കാണ് യാത്ര, പടിപടിയായി ഫാസിസത്തിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ എന്ത് വേണം? അതിനെ വഴിക്ക് കൃത്യമായി തടയാൻ സാധിക്കണം. ആ തടയുന്നതിന് BJPയെ ഏറ്റവും പ്രധാനപ്പെട്ട കടുത്ത ശത്രുവായിട്ട് കണ്ടുകൊണ്ട് തന്നെ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള എല്ലാ വിഭാഗങ്ങളെയും യോജിപ്പിച്ച് അണിനിരത്തി
നമുക്ക് ആ കടമ നിർവഹിക്കാനാവണം എന്നാണ് പാർട്ടി കാണുന്നത്.